ജീവിതത്തിൽ എങ്ങനെ സന്തോഷം കണ്ടെത്താം, ഹൗ ടു ബി ഹാപ്പി ഓൾവേസ് എന്നുള്ളതിന് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കട്ടെ. ജീവിതത്തിൽ പാസ്റ്റിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിലല്ല നമ്മൾ ജീവിക്കുന്നത്, ഈ പ്രസൻറ്റ് ടൈമിലാണ്. ഇന്നത്തെ ഈ നിമിഷമാണ് ഏറ്റവും സത്യം, ഇതാണ് റിയാലിറ്റി എന്ന് മനസ്സിലാക്കുക. ഈ ഒരു നിമിഷം എങ്ങനെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളതൊന്ന് ആലോചിക്കുക. അപ്പോൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മളത് വളരെ ഇഷ്ടത്തോടു കൂടി ചെയ്യുക. അത് ജോലിയാണെങ്കിൽ പോലും ആ ഒരു ഇഷ്ടത്തോടു കൂടി ചെയ്യുമ്പോൾ നമുക്ക് അതിലൊരു സന്തോഷം കണ്ടെത്താം എന്നുള്ളതാണ്. അപ്പോൾ പഴയ കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ ആ ഒരു സ്വഭാവം ഒന്ന് മാറ്റിയെടുക്കുക. നിങ്ങൾ ഇമോഷണലി കുറച്ചുകൂടെ സ്ട്രോങ് ആവുക എന്നുള്ളതാണ്. ആ ഒരു വിഷമിച്ചിരുന്നിട്ട് നമുക്ക് അതിൽ നിന്ന് ഒന്നും കിട്ടാനില്ല എന്ന് മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ്, ഏറ്റവും കൂടുതൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ? നമ്മൾ എങ്ങനെയാണോ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ സൗന്ദര്യമില്ല, അല്ലെങ്കിൽ നിറമില്ല, സമ്പത്തില്ല, നമുക്ക് എന്തില്ല എന്ന് ചിന്തിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക. പകരം നമ്മുടെ പോസിറ്റീവ്സ് എന്താണ്, നമ്മുടെ സ്ട്രെങ്ത് ആയിട്ട് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് നമ്മളെ മാറ്റുന്നതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്, നിങ്ങളുടെ നിറവുകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് ചിന്തിക്കുക. അപ്പോൾ അത് തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഇനി മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ അല്ലെങ്കിൽ വിജയങ്ങളിലൊക്കെ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ളൊരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ സന്തോഷം നമ്മുടെ കൈകളിലാണ്, മറ്റുള്ളവരുടെ കൈകളിലല്ല എന്നുള്ളത് മനസ്സിലാക്കുക. എന്നെ സന്തോഷിപ്പിക്കാൻ ആരും വരില്ല. എൻ്റെ ജീവിതത്തിലെ എൻ്റെ സന്തോഷത്തിൻ്റെ റിമോട്ട് കൺട്രോൾ എൻ്റെ കയ്യിൽ തന്നെയാണ് എന്നുള്ളത് എപ്പോഴും ഓർത്ത് വയ്ക്കുക. ഫ്രണ്ട്സിനോടൊത്ത് ടൈം സ്പെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് സന്തോഷം തോന്നുന്ന കാര്യങ്ങൾ ക്രിയേറ്റീവായിട്ട് വായിക്കുന്നതാണോ, പാട്ട് പാടുന്നതാണോ, പാട്ട് കേൾക്കുന്നതാണോ, അതൊക്കെ ഒന്ന് പഴയ ഇഷ്ടങ്ങളൊക്കെ ഒന്ന് പൊടിതട്ടി എടുത്ത് നോക്കുക. അപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത് എന്നുള്ളതൊന്ന് ചിന്തിക്കുക. ചിരിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഒന്ന് മാക്സിമം അത് ചിരിക്കാൻ ശ്രമിക്കുക. ടി വിയിലായാലും അല്ലെങ്കിൽ ബുക്സ് വായിക്കുന്നതിലൂടെ ആയാലും കുറച്ച് ഹ്യൂമർ സെൻസ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മാക്സിമം ആ ഒരു ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഇനി മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ കിട്ടുന്ന നിമിഷങ്ങൾ, ഒരുപാട് കാശ് കൊടുക്കേണ്ട കാര്യമൊന്നും അല്ല ഞാൻ പറയുന്നത്. മെൻ്റലി സപ്പോർട്ട് ചെയ്യാൻ, അവരെ വിളിച്ച് സംസാരിക്കാൻ, മറ്റൊരാൾ എന്തെങ്കിലും ഒരു വിഷമം പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും നമുക്ക് കേൾക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക. പലപ്പോഴും നമുക്ക് അവരെ ഒരുപാട് മെൻ്റലി സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. ജീവിതത്തിലെ യാത്രകൾ, വളരെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ടൂറുകൾ, ദിവസങ്ങൾ പോകുന്ന ടൂർ പാക്കേജ് ഒന്നും അല്ലെങ്കിൽ പോലും ചെറിയ ചെറിയ യാത്രകൾ പോലും വളരെ ഹാപ്പി ആയിട്ട് അത് എൻജോയ് ചെയ്യാൻ നമുക്ക് കഴിയും, അല്ലെങ്കിൽ അതിനു വേണ്ടി ഒന്ന് ശ്രമിക്കുക. ഇനി ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് താഴെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വീഡിയോ കാണുക.